നമസ്കാരം. ലോകരാജ്യങ്ങൾക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന പ്രസ്താവനയാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് റഷ്യയുടെ ആദ്യ ആരോപണം. എങ്കിൽ രണ്ടാമത്തെ റഷ്യയുടെ ആരോപണം ഇതാണ്: ഖലിസ്ഥാൻ വിഘടനവാദിയായ ഗുർപന്ത് സിംഗിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് അമേരിക്കയുടെ വാദത്തെ റഷ്യ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. രണ്ട് വിഷയത്തിലും അമേരിക്കയെ കടന്നാക്രമിക്കുന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ഉറ്റ സുഹൃത്തായ റഷ്യ സ്വീകരിച്ചു വരുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും ആ രാജ്യത്തോടുള്ള കൂറും അടുപ്പവും തുടരുന്നുമെന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം. ഈ നിലപാടിൽ ഉറച്ചു നിന്ന റഷ്യ പരസ്യമായി നടത്തിയ അഭിപ്രായ പ്രകടനം അമേരിക്കയെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. റഷ്യയുമായി ഏറെ അടുക്കാൻ ശ്രമിക്കുന്ന ചൈനയും അപ്രതീക്ഷിതമായ റഷ്യയുടെ പുതിയ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും റഷ്യ പരസ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ പോലും പറയാൻ മടിച്ച ഈ കാര്യം പരസ്യമായി ഉന്നയിക്കുക വഴി പുതിയ പോർമുഖമാണ് റഷ്യ തുറന്നിരിക്കുന്നത്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യ ലംഘനമുണ്ടായി എന്ന തരത്തിൽ അമേരിക്കൻ ഫെഡറൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കടുത്ത പരാമർശം അമേരിക്കയെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് അറിയാതെയാണ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അമേരിക്ക അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറിയ സക്കോറ ആരോപിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം വിദേശകാര്യ വക്താവ് നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെയും ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും അസന്തുലിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ നിലപാടെന്നാണ് റഷ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നതിന് തുല്യമാണെന്നാണ് റഷ്യ കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ റിപ്പോർട്ടിനെതിരെ ഇന്ത്യയും രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചുവെങ്കിലും അമേരിക്കയെ റഷ്യ കടന്നാക്രമിച്ചതുപോലെയുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യ അമേരിക്കയോട് മയത്തിലാണ് പെരുമാറിയതെങ്കിലും റഷ്യ അങ്ങനെയായിരുന്നില്ല പെരുമാറിയത്. ശക്തമായ ഒരു പ്രതിരോധം തന്നെ റഷ്യ ഇന്ത്യക്ക് വേണ്ടി കൈക്കൊണ്ടു എന്ന് വേണം പറയാൻ. വേണ്ടി വന്നാൽ ഇന്ത്യക്ക് വേണ്ടി റഷ്യ അമേരിക്കയെ ആക്രമിക്കാനും തയ്യാറാണ്. ഖലിസ്ഥാൻ വിഘടനവാദി ഗുർപന്ത് സിംഗ് പന്നൂരിനെ വധിക്കാൻ നടന്ന ഗൂഢാലോചനയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന അമേരിക്കയുടെ ആരോപണവും റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമേരിക്ക പുലർത്തുന്ന നിയോ കൊളോണിയൽ മനസ്ഥിതിയിൽ നിന്നാണ് ഇത്തരമൊരു ആരോപണം ഉണ്ടാക്കുന്നതെന്നും റഷ്യ തുറന്നടിച്ചിരിക്കുന്നു. പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിതിയെ താളം തെറ്റുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലുള്ള കൈക്കടത്തൽ കൂടിയാണിതെന്നും റഷ്യ പറയുന്നു. ഈ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ ഇതുവരെയായിട്ടും അമേരിക്ക തെളിവ് സഹിതം നൽകാൻ സാധിച്ചിട്ടില്ല. ഗുർപന്ത് സിംഗ് പന്നൂരിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൗരർക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ അമേരിക്ക ഇതുവരെയായിട്ട് ലോക രാജ്യങ്ങൾക്കോ ഇന്ത്യക്കോ തന്നെ നൽകിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് റഷ്യയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ലോകം ചർച്ച ചെയ്യുന്ന ഗൗരവ വിഷയമായ അമേരിക്കൻ നിലപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുമായി വളരെ അടുപ്പത്തിൽ പോകുന്ന ഇന്ത്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സമീപനം മാറ്റുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ റഷ്യയുമായി കൂടുതൽ ശക്തമായ ബന്ധത്തിലേക്ക് ഇന്ത്യ പോകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി ഇരുന്നാൽ പോരെ? എന്തിനാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ അമേരിക്ക തലയിടുന്നത്? റഷ്യയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനിയും തലയിട്ടാൽ റഷ്യ തിരിച്ചടിക്കും അമേരിക്കയിൽ. വീണ്ടും ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരുക്കണമോ അമേരിക്കയിൽ?